ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലതുപോലെ കഴുകി ഒരു കുക്കറിലേക്ക് വെച്ച് വേവിച്ചെടുക്കണം. ആവശ്യമായ വെള്ളം ഉപയോഗിച്ച് വേവിക്കുക. ഒരുപാട് വെള്ളം വേണ്ട, പരുവത്തിന് വെള്ളം ഉപയോഗിച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം നല്ല വിളഞ്ഞ കുമ്പളങ്ങ എടുക്കണം. ഞാനൊരു 2 പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ വൻപയർ വെന്തത് പരുവാണെന്ന് നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് പൊട്ടിയതുമില്ല, നല്ലൊരു പരുവത്തിൽ. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുകയാണ്. പിന്നീട് ഞാനിവിടെ 2-ാം പാലും 1-ാം പാലും എടുത്തിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ച കുമ്പളങ്ങയും വേവിച്ച് വെച്ച വൻപയറും 2-ാം പാലും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് വേവിക്കുന്നുണ്ട്. വേവിച്ചതിന് ശേഷം അര വേവായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറിയ തീയിലൊന്ന് ഇളക്കി കുറുകാൻ വയ്ക്കണം. പിന്നീട് ഞാൻ കടുക് വറുക്കുന്നുണ്ട്. കടുകിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പിലയിട്ട് കടുക് വറുത്തതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓലനൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് കുറുകുമ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് ഉപയോഗിക്കാം. നല്ല രുചിയുള്ളൊരു കറിയാണ്. അപ്പം ബൈ. എല്ലാവരും എൻ്റെ ചാനൽ